നമസ്കാരം. ഇസ്രായേലിന് പ്രവേശന വിലക്കിട്ട് മാലദ്വീപ് രംഗത്ത് വന്നു കഴിഞ്ഞു. ഇസ്രായേൽ പാസ്പോർട്ട് കൈവശമുള്ള വ്യക്തികൾക്ക് രാജ്യത്തേക്ക് പ്രവേശനം വിലക്കുമെന്ന് മാലദ്വീപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ പ്രഖ്യാപനത്തിന് ശേഷം മാലദ്വീപിനെ പുച്ഛിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി ഇസ്രായേൽ പൗരന്മാരോട് ഇന്ത്യ സന്ദർശിക്കാനും ഇന്ത്യൻ ബീച്ചുകൾ പര്യവേഷണം ചെയ്യാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേൽ വിനോദസഞ്ചാരികളെ ഇന്ത്യയിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നതായി എംബസി അറിയിച്ചു കഴിഞ്ഞു. ഗോവ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, അതേപോലെ തന്നെ ലക്ഷദ്വീപ്, കേരളം എന്നിവ ഉൾപ്പെടുന്ന ഇന്ത്യൻ സ്ഥലങ്ങളും ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി ശുപാർശ ചെയ്തിട്ടുണ്ട്. ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഗോവ, കേരളം എന്നിവിടങ്ങളിലെ ബീച്ചുകളുടെ ചിത്രങ്ങളുടെ ഒരു എക്സ്പോസ്റ്റിൽ ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി നിർണായകമായ പ്രസ്താവനകളും അറിയിച്ചിട്ടുണ്ട്. മാലദ്വീപ് ഇനി ഇസ്രായേലികളെ സ്വാഗതം ചെയ്യുന്നില്ല എന്നതിനാൽ ഇസ്രായേലി വിനോദസഞ്ചാരികളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും അത്യധികം ആതിഥ്യ മര്യാദയോടെ പരിഗണിക്കുകയും ചെയ്യുന്ന മനോഹരവും അതിശയകരവുമായ ചില ഇന്ത്യൻ ബീച്ചുകൾ ഇതാ എന്ന തരത്തിലായിരുന്നു പോസ്റ്റ്. ലക്ഷദ്വീപിന്റെ പ്രകൃതി സൗന്ദര്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുകഴ്ത്തി ജനുവരിയിൽ നടത്തിയ പോസ്റ്റിനും മുംബൈയിലെ ഇസ്രായേൽ കോൺസൽ ജനറൽ കോബി ഷോഷാനി പ്രതികരിച്ചു. എക്സിലെ ഒരു പോസ്റ്റിൽ ഷോഷാനി പറഞ്ഞത് ഇങ്ങനെയാണ്: മാലദ്വീപ് സർക്കാരിന്റെ തീരുമാനത്തിന് നന്ദി. ഇസ്രായേലികൾക്ക് ഇപ്പോൾ ലക്ഷദ്വീപിലെ മനോഹരമായ ബീച്ചുകൾ പര്യവേഷണം ചെയ്യാം. ഇസ്രായേലി പാസ്പോർട്ട് കൈവശമുള്ള വ്യക്തികൾക്ക് രാജ്യത്തേക്ക് പ്രവേശനം വിലക്കാനുള്ള തീരുമാനം മാലദ്വീപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യൻ എംബസിയുടെ പ്രസ്താവന എന്നത് അടിവരയിട്ട് പറയണം. കഴിഞ്ഞ ദിവസം മാലദ്വീപ് പ്രസിഡന്റിന്റെ ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാലദ്വീപ് ഹോംലാൻഡ് സെക്യൂരിറ്റി ആൻഡ് ടെക്നോളജി മന്ത്രി അലി ഇഹ്സാനാണ് തീരുമാനം അറിയിച്ചത്. ഇസ്രായേൽ പാസ്പോർട്ട് ഉടമകൾ മാലദ്വീപിൽ പ്രവേശിക്കുന്നത് തടയുന്നതിന് ആവശ്യമായ നിയമങ്ങളിൽ ഭേദഗതി വരുത്തുന്നതും ഈ ശ്രമങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിക്കുന്നതും മന്ത്രിസഭാ തീരുമാനത്തിൽ ഉൾപ്പെടുന്നു. കൂടാതെ പലസ്തീനികളുടെ ആവശ്യങ്ങൾ വിലയിരുത്താൻ പ്രത്യേക ദൂതനെ നിയോഗിക്കാൻ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു തീരുമാനിച്ചിട്ടുണ്ട്. പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിയുടെ സഹായത്തോടെ പലസ്തീനിലെ ജനങ്ങൾക്ക് സഹായം നൽകുന്നതിനായിട്ട് ഒരു ധനസമാഹരണ ക്യാമ്പയിൻ ആരംഭിക്കാനും അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം തുടരുന്നതിനിടെയാണ് മാലദ്വീപ് സർക്കാരിന്റെ തീരുമാനം. ഒരു മാസം മുമ്പ് ഇസ്രായേലിലേക്കും പുറത്തേക്കും സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനും കയറ്റുമതി ചെയ്യുന്നതിനും തുർക്കി നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഇത് കാര്യമായ ക്ഷാമത്തിന് കാരണമായതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുർക്കിയിൽ നിന്ന് 40% കോൺക്രീറ്റും ഇറക്കുമതി ചെയ്യുന്ന ഇസ്രായേൽ യൂറോപ്പിൽ വില കൂടിയ കോൺക്രീറ്റ് വാങ്ങാൻ നിർബന്ധിതരായി. ഇതെല്ലാം കാര്യമായ പോരായ്മകൾ സൃഷ്ടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രിട്ടീഷ് കോഫി ഷോപ്പ് ശൃംഖലയായ ബ്രെഡ് എ മാക്കർ സംഘർഷത്തെ തുടർന്ന് രാജ്യത്ത് 40 കഫേകളുടെ ആദ്യത്തെ ശാഖ തുറക്കാനുള്ള ഇസ്രായേലി പങ്കാളികളുമായുള്ള ഫ്രാഞ്ചൈസി കരാർ റദ്ദാക്കിയിട്ടുണ്ട്. പാരീസിൽ നടക്കുന്ന യൂറോസെറ്ററി ആയുധമേളയിൽ ഇസ്രായേൽ കമ്പനികളെ നിൽക്കാൻ അനുവദിക്കില്ലെന്ന പ്രഖ്യാപനത്തെ തുടർന്നാണിത്. ഫ്രഞ്ച് പ്രസിഡന്റ് റഫേലെ IDF പ്രവർത്തനം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ പാരീസ് ഷോയിൽ ഇസ്രായേലി കമ്പനികൾക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള സാഹചര്യം ശരിയല്ലെന്നാണ് ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയം പറഞ്ഞത്. ലോകത്തെ ഏറ്റവും വലിയ നോർവേയുടെ സോവറിൻ വെൽത്ത് ഫണ്ടിന്റെ എത്തിക്സ് കമ്മിറ്റി യുദ്ധം കാരണം ഇസ്രായേലിൽ താൽപര്യമുള്ള കമ്പനികളിൽ നിന്ന് പിന്മാറണോ എന്ന് പരിശോധിച്ചു വരികയുമാണ്. എന്തായാലും രാജ്യങ്ങൾ ഇസ്രായേലിന് മേൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് നീക്കങ്ങൾ ശ്രദ്ധേയമാണ്. നമുക്കറിയാം, ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര നിലപാട് വർഷങ്ങളായിട്ട് വികസിച്ചു വരികയാണ്. ഇത് പലസ്തീനുള്ള ചരിത്രപരമായ പിന്തുണയും ഇസ്രായേലുമായുള്ള വർദ്ധിച്ചുവരുന്ന ബന്ധവും തമ്മിലുള്ള സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു. ഒരു ദേശീയ താൽപര്യം എന്ന നിലയിൽ ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ ബന്ധം നോക്കുകയാണെങ്കിൽ വ്യാപാരം, സാങ്കേതികവിദ്യ, പ്രതിരോധം, തീവ്രവാദ വിരുദ്ധ സഹകരണം തുടങ്ങിയ വിവിധ മേഖലകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമീപ വർഷങ്ങളിൽ ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഗണ്യമായിട്ട് ദൃഢമായിട്ടുണ്ട്. ഇസ്രായേലിലും ഇന്ത്യയിലും സ്ഥിതിഗതികൾ കാര്യമായി വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിനുള്ള പ്രതികരണമായാണ് ഇന്ത്യ ഇസ്രായേലിനുള്ള പിന്തുണയിൽ കാണുന്നത്. അതേപോലെ തന്നെ ഇസ്രായേലുമായുള്ള ബന്ധം വളർത്തിയെടുക്കുന്നതിനൊപ്പം പലസ്തീന് വേണ്ടിയുള്ള നിലപാട് ഇന്ത്യ ആവർത്തിച്ചു. നിലവിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ പലസ്തീൻ അഭയാർത്ഥികൾക്കായിട്ട് UN റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിക്ക് ഇന്ത്യ $29.3 മില്യൺ സംഭാവന നൽകി. പലസ്തീനിലെ ജനങ്ങൾക്കായിട്ട് ഏകദേശം 6.5 ടൺ വൈദ്യസഹായവും 32 ടൺ ദുരന്ത നിവാരണ സാമഗ്രികളും ഇന്ത്യ അയച്ചിട്ടുണ്ട്. ഒക്ടോബർ 7-ന് ഇസ്രായേലിനെതിരെ ഹമാസ് അപ്രതീക്ഷിത ആക്രമണം നടത്തിയതോടെയാണ് യുദ്ധം ആരംഭിച്ചത്. ഭീകരർ ഇസ്രായേലിൽ പ്രവേശിച്ച് സിവിലിയൻ സമൂഹങ്ങളെ ആക്രമിക്കുകയും സാധാരണക്കാരെ ബന്ദികളാക്കുകയും ചെയ്തു. ഒക്ടോബർ 7-ലെ ആക്രമണത്തിന് മറുപടിയായിട്ട് ഹമാസിനെ തകർക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. ഗാസയിൽ ഹമാസുമായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ വെടിനിർത്തലിന് ഒരു റോഡ് മാപ്പ് നൽകുന്ന ഒരു സമഗ്രമായ പുതിയ നിർദ്ദേശം
ഇസ്രായേൽ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. തീവ്രവാദ ഗ്രൂപ്പിന്റെ കൈവശമുള്ള എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാൻ ആഹ്വാനവും ഉണ്ടായിരുന്നു. ബൈഡൻ പറയുന്നതനുസരിച്ച് ഖത്തർ ഹമാസിന് കൈമാറിയ നിർദ്ദേശം വെടിനിർത്തലിലേക്കുള്ള ഒരു റോഡ് മാപ്പ് രൂപപ്പെടുത്തുന്നുണ്ട്. 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന പ്രാരംഭഘട്ടത്തിൽ ഗാസയിലെ എല്ലാ ജനവാസ മേഖലകളിൽ നിന്നും ഇസ്രായേൽ സേനയെ പിൻവലിച്ചുകൊണ്ട് സമ്പൂർണവുമായ വെടിനിർത്തലാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും മാലദ്വീപ് ഇപ്പോൾ ഇസ്രായേലിനെ പുറത്താക്കുകയാണ്. പലസ്തീൻ അനുകൂല അജണ്ടയുമായി ആഹ്വാനവുമായിട്ടാണ് മാലദ്വീപിന്റെ ഇപ്പോഴത്തെ ഈ ഒരു നീക്കവും.